ഓൾ റൈറ്റ്, ഞാനിന്ന് എക്സാമ്പിളായിട്ട് ഭാവജല ചാർട്ടിൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് എടുക്കുന്ന അമേരിക്കൻ ബിസിനസ് ടൈക്കോൺ ഇലോൺ മസ്കിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇലോൺ മസ്കിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇലോൺ മസ്ക് മേടൻ രാശിയിലാണ് ജനിച്ചത്. 2 ശുക്രനും ശനിയും, അതുപോലെ തന്നെ 3 രവി ബുധ യോഗം, ബുധൻ സ്വക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ 4 കേതു, 5 ചന്ദ്രന്, 8 വ്യാഴവും നെപ്റ്റ്യൂണും, 10 ലഗ്നാധിപൻ ഉച്ചത്തിൽ കുജന് രാഹുവായിട്ടും നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഇതൊരു പഞ്ചമഹാപുരുഷ യോഗമാണ്, രുചക യോഗം എന്ന് പറയും. അപ്പം നമ്മൾ ഇപ്പം ജ്യോതിഷം അറിയാവുന്ന ഒരാൾ അപ്പം ഇതിൻ്റെ ദശാസന്ധി എടുക്കുമ്പോഴത്തേന്, മഹാദശ എടുക്കുമ്പോഴത്തേന് വീനസ് ദശയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. അത് കഴിഞ്ഞ് സണ്ണ്, അത് കഴിഞ്ഞ് മൂണ്, മാസ്, രാഹു. ഇപ്പം രാഹു ദശയാണ് 2032 വരെ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഓരോ പ്രഡിക്റ്റീവ് അസ്ട്രോളജിയിൽ ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ ചാർട്ട് എടുത്ത് അസസ് ചെയ്യുവാണെങ്കിൽ, അപ്പം ഈ ഇലോൺ മസ്ക് വീനസ് ദിശയിലാണ് ജനിക്കുന്നത്. വീനസ് സ്വക്ഷേത്രത്തിൽ 2 നിൽക്കുവാണ് ശനിയുമായിട്ട്. സോ 2 ശനിയും ശുക്രനും, 3 രവിബുധ യോഗവും, 5 ചന്ദ്രനും, 10 കുജനും രാഹുവും. ഈ പ്ലാനറ്ററി അലൈൻമെൻറ്റ് നോക്കുമ്പോൾ തന്നെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ, ടോപ്പ് ലെവൽ ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ ചാർട്ടാണ് രാശി ചാർട്ട് നോക്കുമ്പോഴത്തേന്. പക്ഷേ ഇലോൺ മസ്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനി നടത്തുന്ന ഒരു ബിസിനസ് ടൈക്കോണാണ്. എന്തുകൊണ്ട് ആ ഒരു അലൈൻമെൻറ്റ് വരുന്നില്ല? ഒരു ബിസിനസ്സുകാരൻ്റെ അലൈൻമെൻറ്റ്, ഒരു മൾട്ടി MNC ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ലഗ്നാധിപൻ ഉച്ചത്തിൽ 10 നിൽക്കുകയും ആ 10ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഇലോൺ മസ്കിൻ്റെ രാശി ചാർട്ട് നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ക്ലോസ് കാണുന്നില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഭാവചലത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലോസുകളെല്ലാം ഉണ്ട്. ഈ ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു ബിസിനസ് ടൈക്കോണിൻ്റെ ബർത്ത് ചാർട്ടാണ് ഇലോൺ മസ്കിൻ്റെത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാധിപന് മേടൻ രാശിയിൽ ലഗ്നാധിപൻ കുജനാണ്. കുജൻ ഉച്ചത്തിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ 28 ഡിഗ്രിയിൽ 10 നിൽക്കുകയാണ്. ആ 10ാം ഭാവാധിപൻ ലഗ്നത്തിൽ നീചത്തിൽ നിൽക്കുകയാണ്. ആ നീചത്തിൽ നിന്നുകൊണ്ട് വ്യാഴം 7 നിന്നുകൊണ്ട് വീക്ഷിക്കുന്നുണ്ട്. അപ്പം സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന എല്ലാ ക്ലോസും വരുന്നുണ്ട്. അതിൻ്റെ തന്നെയുമല്ല, ഇതൊരു പരിവർത്തന യോഗമാണ്. ഫസ്റ്റ് ലോഡും 10th ലോഡുമായിട്ട് ഒന്ന് ഉച്ചത്തിലും ഒന്ന് നീചത്തിൽ നിന്നുകൊണ്ട് ഒരു മഹാപുരുഷ യോഗമാണ്. അതുപോലെ തന്നെ 10 കുജൻ രുചക യോഗം വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എവിടെ പോയി നിന്നാലും പുള്ളി നോക്കുന്നോടും പുള്ളിയുടെ സ്വന്തമാകും. അതാണ് ശരിക്കും ഒരു രാജാവിൻ്റെ രീതിയിലുള്ള ഒരു ചാർട്ടാണ്. അപ്പം പുള്ളിക്കാരനെ, ഇലോൺ മസ്കിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ടൈക്കോണാണ് ഇലോൺ മസ്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 രവിബുധ യോഗവും ഒക്കെ പുള്ളി ഷാർപ്പ് ആൻഡ് കണ്ണിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ആ കാര്യം നിർവഹിച്ചിട്ട് മാത്രമേ പിന്തിരിയത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിൽ വന്നതും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് പുള്ളിക്ക്. അപ്പം ഇതാണ് ശരിക്കും ഒരു പവർഫുള്ളായിട്ട്, അതുകൊണ്ട് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇലോൺ മസ്കിൻ്റെ റേഞ്ച് അറിയാം. അതുകൊണ്ടാണ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ട് കൂടെ കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മസ്കിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ, മസ്കിൻ്റെ 7ാം ഭാവാധിപൻ 2 സൂര്യനും ശുക്രനുമായിട്ട് നിൽക്കുവാണ്. ആ ശുക്രനെ ശനി വീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരികയും ആ റിലേഷൻഷിപ്പ് കൂടുതൽ കാലം മുമ്പിലോട്ട് പോകത്തില്ല. ഈവൻ ബിസിനസ്സിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും പുള്ളിക്കാരൻ്റെ മസ്കിൻ്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലോൺ മസ്ക് അതിൽ നിന്ന് പിന്മാറും. നമ്മളിപ്പം ഭാവചൽ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രഡിക്റ്റീവ് അസ്ട്രോളജിയിൽ ഭാവചൽ ചാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാർട്ട്, രാശി ചാർട്ട് പോലെ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ട് പ്രകാരമാണ് നമ്മൾ ഒരാളുടെ യോഗങ്ങളും ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയൊക്കെ മനസ്സിലാക്കേണ്ടത്.